ഏറ്റവും വലിയ അലിഗേഷൻ ആയിരുന്നു ഞാൻ ഭർത്താവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. എനിക്കെന്തോ കള്ളത്തരമുണ്ട്, അല്ലെ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ കാണിക്കാത്തത് എന്നായിരുന്നു പ്രശ്നം. ആ ബന്ധം അവസാനിച്ചു. ഇപ്പോൾ വീഡിയോയിൽ എൻ്റെ ഭർത്താവിനെ കാണിക്കുമ്പോൾ അയ്യേ ഇതെന്താ ഒരുത്തരെ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഭർത്താവിനെ കാണിക്കാതിരുന്നതും തെറ്റ്, ഭർത്താവിനെ കാണിച്ചതും തെറ്റ്. ഒരുപക്ഷെ ആ രീതിയായിരിക്കാം തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയത്. ഇതിൽ എന്താണ്, ഞാൻ ടീച്ചർ ആയതുകൊണ്ട്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ടുള്ളൊരു കാരണം, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഞങ്ങളിങ്ങനെയൊക്കെയാണെന്നുള്ള യൂട്യൂബ് ചാനലിൽ ദീപ്തി ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അതിനെക്കുറിച്ച് എൻ്റെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. വളരെ സങ്കടം തോന്നി ദീപ്തിയുടെ ആ വീഡിയോ കണ്ടപ്പം. കാരണം വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി തന്നെ പറയുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം മെൻ്റൽ സ്ട്രഗിളിൽ കൂടിയാണ് ആ കുട്ടി ആ സമയത്ത് വീഡിയോ എടുത്തപ്പോൾ കടന്നു പോയതെന്ന് നമുക്ക് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ദീപ്തി. അതുപോലെ നാട്ടിൽ എന്തെങ്കിലും വരാൻ പറ്റിയാൽ, ഞാനിവിടെ യു എസിലാണ് താമസിക്കുന്നത്, വരാൻ പറ്റിയാൽ ദീപ്തിയെ വന്ന് കാണണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാനിവിടെ യു എസിലൊരു ടീച്ചറാണ്. ഈ വീഡിയോ കാണുമ്പം നമുക്കറിയാം ദീപ്തി തനിക്കാവുന്നതുപോലെ കമൻസിനൊക്കെ മറുപടി കൊടുത്ത് ഒരു ജസ്റ്റിഫിക്കേഷൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മോളെ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണത്. ഇത്രയും ആളുകളുടെ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുപോലെ ആളുകൾ പല വിധമാണ്. ഒരാളുടെ കാഴ്ചപ്പാടായിരിക്കത്തില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ദീപ്തി തന്നെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇട്ടാൽ കുറ്റം, വീഡിയോ ഇട്ടാൽ കുറ്റം, വീഡിയോ ഇട്ടില്ലെങ്കിൽ കുറ്റം, ആശുപത്രിയിൽ പോയതിൻ്റെ കാരണം പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം. അങ്ങനെ 2 തരം ആൾക്കാർ എവിടെയുണ്ട്. അത് ഈ ലോകത്തിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. അത് നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും നോക്കി അറിയാമല്ലോ. ഒരിടത്ത് പകലാണെങ്കിൽ മറ്റൊരിടത്ത് രാത്രിയാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വാട്ട് യു തിങ്ക് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ് ഫോർ യു, ഡു ഇറ്റ്. മറ്റുള്ളവരാരെയും നോക്കണ്ട. നമ്മുടെ ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം ബോദർ ചെയ്യണ്ട. സോ ജസ്റ്റ് മൂവ് ഫോർവേഡ്. ഇപ്പോൾ എന്തൊക്കെയാണോ നല്ലത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദീപ്തിക്ക് സന്തോഷം തരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക. ദീപ്തിയെ വെൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ചുറ്റും ഉള്ളത് കൊണ്ട് യു ആർ വെരി ലക്കി. അതുപോലെ കുഞ്ഞാവെന്നൊരു ഹസ്ബൻഡിനെ കിട്ടിയത് തന്നെ ഐ തിങ്ക് അതും വലിയൊരു ലക്കാണ്. ഇത്രയും അണ്ടർസ്റ്റാൻഡബിളായിട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയല്ലോ. നമ്മുടെ ചുറ്റുമുള്ള പല പെൺകുട്ടികളും മാത്രമല്ല ആൺകുട്ടികളും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് ഇല്ലാത്ത തന്നെ വലിയൊരു സ്ട്രഗിളാണ് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും. അവരെയൊക്കെ നോക്കുമ്പം യു ആർ സോ ലക്കി. അപ്പം അതുകൊണ്ട് ആളുകൾ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യണ്ട. യു ജസ്റ്റ് മൂവ് ഫോർവേഡ്. പിന്നെ അതിനകത്ത് ദീപ്തി പറഞ്ഞ ഒരു കാര്യം, ഈ പെയിൻ കില്ലറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. 8 വർഷമായിട്ട് പെയിൻ കില്ലർ കഴിച്ചു. അത് അതിൽ നിന്നൊന്ന് രക്ഷ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് എത്രമാത്രം ദീപ്തിയെ അത് ലൈഫിലത് അഫക്റ്റഡ് ആയി ദീപ്തി, അതിനുവേണ്ടിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ പെയിൻ കില്ലർ കഴിച്ച് ദീപ്തിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ദീപ്തി പറഞ്ഞു, ആ വീഡിയോയിൽ പറഞ്ഞു. അത് എല്ലാവർക്കും അതേ ഒരു സെൻസിൽ മനസ്സിലാവണമെന്നില്ല. പക്ഷേ എനിക്കത് മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ യു എസിലായിരുന്നപ്പോൾ ഞാനൊന്ന് വീണ് എൻ്റെ കൈയുടെ ഹ്യൂമറസ് ബോണ് വട്ടം ഒടിഞ്ഞു പോയി. ഒരു 1.5-2 വർഷത്തോളം പെയിൻ കില്ലർ കഴിച്ച ഒരാളാണ് ഞാൻ. ആ കൈ ഒടിഞ്ഞ് ബോണൊക്കെ ഇങ്ങനെ വട്ടം ഒടിയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ വേദനയാണ്. നാട്ടിലാണെങ്കിൽ
അവർ പിന്നെ ഒരു കാസ്റ്റ് ഇട്ട് നമ്മളെ ഒരു 2-3 മാസമെങ്കിലും കൈ അനക്കാതെ ഇരുത്തി പിന്നെ ആയിരിക്കും അത് ഇങ്ങനെ മുറിച്ച് കാസ്റ്റ് കളഞ്ഞിട്ട് പിന്നെ അത് കൂടിയോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവരത് പിന്നെ ഇങ്ങനെ അത് എടുത്ത് മാറ്റത്ത രീതിയിലുള്ള ഒരു തരം കാസ്റ്റാണ് എനിക്കിട്ടത്. അപ്പം ഓരോ 2 ആഴ്ചയോ ഇപ്പം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, 2 ആഴ്ചയോ ഒരാഴ്ചയോ അങ്ങോട്ട് കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം, നമ്മളെ കൈ അനക്കണം. വളരെ പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ ആ പെയിനൊക്കെ സഹിക്കുന്നതിന് പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്ക്. ഡോക്ടർ അപ്പോൾ നമുക്ക് പെയിൻ കില്ലറാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ആ പെയിനിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി കിട്ടുന്ന എന്ത് ഡോസ് പെയിൻ കില്ലർ ആയാലും ഞാനത് കഴിക്കുമായിരുന്നു. വർഷങ്ങളായിട്ട് ഞാനത് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ കോൺസിക്വൻസ് എനിക്കുണ്ടായത് എന്തെന്നാന്ന് വെച്ചാൽ പെയിനിനൊരു ശമനം കിട്ടി, പക്ഷേ എൻ്റെ വയറിന് അത് വല്ലാതെ അങ്ങ് എഫക്റ്റഡ് ആയിപ്പോയി. എനിക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് പോലെ എൻ്റെ സ്റ്റൊമക്കിന് അത് ഇഷ്യൂ ആയിപ്പോയി. ഇപ്പം ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. സോ പിന്നെ അതുപോലെ ഈ റീസെൻ്റ്ലി എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഏത് മരുന്ന് കഴിച്ചാലും, ഇപ്പോൾ പെയിൻ കില്ലർ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ്ലി അത് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബോഡി ഒരു പരിധി കഴിയുമ്പം ബോഡി ആ ഒരു എന്താ പറയുക മരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഒന്ന് ടോളറേറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഡോസ് അല്ലെങ്കിൽ വേറൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിച്ച ഡോസ് നമുക്ക് മതിയാവത്തില്ല. പിന്നെ ഉണ്ടാകുന്ന പെയിൻ അതോ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനേക്കാളും ഡോസ് കൂടിയ മരുന്ന് കഴിച്ചാലേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ബോഡിയുടെ ഒരു സിസ്റ്റമാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര നാൾ നമ്മൾ പെയിൻ കില്ലർ കഴിച്ച് മുന്നോട്ട് നീങ്ങും? ഏതായാലും 8 വർഷത്തോളം ദീപ്തി അത് പെയിൻ കില്ലർ കഴിച്ച് മുന്നോട്ട് നീങ്ങുന്നൊക്കെ പറയുമ്പം അത് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ഏതായാലും ഞാൻ വിചാരിക്കുന്ന ദീപ്തിക്ക് അങ്ങനെ സ്റ്റൊമക്ക് ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഉണ്ടാകാതിരിക്കട്ടെ. അത് വേറൊരു ഇഷ്യൂ. അത് ഇപ്പോഴും ഇപ്പം ഗ്യാസ്ട്രിക് ഇഷ്യൂ, ഒത്തിരി ഇഷ്യൂസ് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതായാലും അതിൽ നിന്ന് പിന്നെ കുഞ്ഞാവയുടെ ഒക്കെ സഹായത്തോടെ ദീപ്തിക്ക് വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി പെയിൻ കില്ലർ കഴിക്കാതിരിക്കാൻ നോക്കുക, കഴിക്കാതിരിക്കാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുക. കാരണം അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞോട്ടെ, ഹോസ്പിറ്റലിൽ പോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ദീപ്തി പറഞ്ഞത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഏതായാലും ഇനി അത് കഴിക്കാനിടയാവാതിരിക്കട്ടെ. അപ്പം ഈ ഭാഗത്ത് ദീപ്തി പറഞ്ഞു, ദീപ്തിയുടെ ഈ അനുഭവം ഷെയർ ചെയ്യുന്നത് അതുപോലെ ഉള്ള കുട്ടികൾക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം, ഒരു എൻകറേജ്മെൻറ്റ് അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അത് ഐ റിയലി ലൈക്ക് ദാറ്റ്. കാരണം നമുക്കറിയത്തില്ല, നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ട്, സത്യം പറഞ്ഞൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെ നമുക്ക് വേണം. കാരണം ഇതിപ്പം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ആൾക്കാർ നമ്മളിപ്പം നമ്മളെ കംഫർട്ട് ചെയ്യും അല്ലെങ്കിൽ നമുക്കൊരാശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആരോടെങ്കിലും പോയി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പാരയായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആരോട് പറയണം, എന്ത് ചെയ്യണം. കാരണം ചിലപ്പോൾ പേരൻസ് ആണെങ്കിൽ പോലും പല സർക്കംസ്റ്റൻസ്, പല ചുറ്റുപാട് കൊണ്ട് അവർക്ക് നമ്മളെ ഫുള്ളി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ചെയ്യേണ്ടത് നമ്മൾ സ്ട്രോങ് ആകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ലൈഫ് ദീപ്തി പറഞ്ഞതുപോലെ ഇറ്റ്സ് യുവർ ലൈഫ്, നമ്മുടെ ലൈഫ്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മുന്നിൽ എന്താണോ ദൈവം വെച്ചിരിക്കുന്നത് അതിലേക്ക് മൂവ് ഫോർവേഡ്. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു സക്സസ്ഫുൾ ആകണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ലൈഫിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒന്ന് മുന്നേറണമെങ്കിൽ ഒരു പാർട്ട്ണർ വേണമെന്ന്, പിന്നെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ ഹെൽപ്പ് മസ്റ്റാണ് എന്നൊരു സിറ്റുവേഷൻ ഇപ്പം കേരളത്തിലാണെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു ജോലി, ഒരു വരുമാനം അത് ലഭിക്കണം. ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലൈഫിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കാര്യം നോക്കാൻ ഒരു വരുമാനം. അതിപ്പോൾ കല്യാണത്തിന്
പിന്നെ എത്ര നല്ല ഫാമിലിയാണെന്ന് പറഞ്ഞാലും ഒരു ജോലി അത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ തലയ്ക്ക് മീതെ ഇരിക്കുക എന്നുള്ള പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ സേഫ് ആക്കുക. കാരണം ആര് നമ്മളെ തഴഞ്ഞാലും എനിക്ക് ജോലിയുണ്ട്, എനിക്കൊരു വരുമാനമുണ്ട്, സോ ഐ ക്യാൻ മൂവ് ഫോർവേഡ്. അങ്ങനെ ആ ഒരു രീതിയിൽ വേണം ആണായാലും പെണ്ണായാലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പം ചില ഹസ്ബൻഡ്സ് അല്ലെ ചില പാർട്ട്നേഴ്സ് വളരെ നല്ലവരാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇപ്പോൾ ഒരാൾ ജോലി ചെയ്ത് മറ്റൊരാളെ നന്നായിട്ട് കരുതുന്നവരുണ്ട്. അത് അവരുടെ ലക്കാണ്. അങ്ങനെ ഉള്ളവർ അങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷേ അവളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞിട്ട് വെളിയിൽ വരുമ്പം വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ കാണുമല്ലോ, അപ്പം കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി പ്രത്യേകിച്ച് ഈ വയസ്സായവർ പറയും ഡിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യും, അവരുടെ ഭാവി നോക്കി നീ അങ്ങ് ക്ഷമിക്കുക, അല്ലെങ്കിൽ നീ മുന്നോട്ട്, അങ്ങനെ പറയുന്നവരായിരിക്കും നമ്മുടെ ചുറ്റും കൂടുതലും. ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം, വിട്ടുകൊടുക്കാം. പക്ഷെ അത് നിങ്ങളെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ നിങ്ങളെ ഹർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ചോയ്സ് ഇല്ല. സോ പിന്നെ നിങ്ങൾ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വരിക തന്നെയാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ അവർക്ക് ഇപ്പോൾ ആരാണോ ടോക്സിക്കായിട്ട് നിൽക്കുന്നത് അവർക്ക് നമ്മളെ കഴിയുന്ന വിധത്തിൽ ഹെൽപ്പ് ചെയ്യാനും നോക്കുക. അല്ലാതെ അതിനകത്ത് സഹിച്ച് നിൽക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത് ശരിയായ ഒരു രീതിയല്ല. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോഴും എന്നെ ഒത്തിരി ഹോണ്ട് ചെയ്യുന്ന ഒരു ന്യൂസ് നമ്മുടെ ഷൈനിയും കുഞ്ഞുങ്ങളും ട്രെയിനിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. കാരണം ആ കുഞ്ഞിനൊരു ജോലി, ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ജോലി കിട്ടാൻ പാടുപെട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഒരു പെട്ടെന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു തോന്നൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഡിസിഷനൊന്നും എടുക്കാതിരിക്കുക. ഇപ്പോൾ ഷൈനി ഒത്തിരി ലൈഫ് കണ്ട ഒരാളാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പം മുളയിലെ വിടരാൻ പറ്റാതെ കൊഴിഞ്ഞു പോയ 2 കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഈ റീസെൻ്റ്ലി ഞാൻ കണ്ടു ഏതോ ഒരു പിന്നെ അമ്മ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വീണ്ടും ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാരണങ്ങൾ, ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും അതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. അറ്റ്ലീസ്റ്റ് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നൊന്ന് പറയാൻ നമുക്ക് പറ്റുവാണെങ്കിൽ ദാറ്റ്സ് വെരി വെരി നൈസ്. അതുപോലെ അത് അങ്ങനെ പറയുവാൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ റിലേഷൻഷിപ്പിലുള്ളവരോട് മുന്നോട്ട് പറയാൻ ദീപ്തി ഒരു ധൈര്യം കാണിച്ചല്ലോ. സോ ഹാറ്റ്സ് ഓഫ് ടു യു ദീപ്തി, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആ ഒരു ലൈഫിൽ നിന്ന് വെളിയിൽ വരാൻ ദീപ്തി കാണിച്ച ധൈര്യം, അതുപോലെ അത് ഷെയർ ചെയ്യാൻ കാണിച്ച ധൈര്യം, അതൊക്കെ എനിക്കൊത്തിരി എന്താ പറയുക ഇഷ്ടപ്പെട്ടത്. ഓക്കെ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇനി എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം വിജയോടാണ്. ഐ തിങ്ക് ദീപ്തിയുടെ എക്സ് ഹസ്ബൻഡിൻ്റെ പേര് വിജയാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ആ വ്യക്തി എന്തിനാ ഇപ്പോഴും ദീപ്തിയെയും വിളിച്ച് അല്ലെങ്കിൽ കുഞ്ഞാവേയും വിളിച്ച് ഫോണിൽ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാട്ട് ഹീ ഈസ് തിങ്കിങ് ഓഫ്? എന്തായിരിക്കും അയാളുടെ മോട്ടീവ്? എന്തിനായിരിക്കും ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് വീണ്ടും ശല്യപ്പെടുത്തുന്നത്? നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ നന്നായില്ല, അല്ലെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവനും കിട്ടരുത്, അല്ലെങ്കിൽ നീ നന്നായിട്ട് പോകരുത് എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി. അത് എന്ത് തരത്തിലുള്ള മെൻറ്റാലിറ്റി ആണെന്ന് മനസ്സിലാവുന്നില്ല. വിജയ്, നിങ്ങൾക്ക് 8 വർഷത്തോളം ഒരു ട്രഷർ, യു ഹാഡ് എ ട്രഷർ വിത്ത് യു. 8 വർഷം ദീപ്തി എന്ന ഒരു നിധി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് എന്തോ അത് ശരിയായി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് യു ലോസ്റ്റ് ദാറ്റ്. ഇപ്പം നിങ്ങൾക്കതില്ല. സോ ഷീ ഈസ് ഗോയിങ് ഫോർവേഡ്, ഷീ ഈസ് മൂവിങ് ഫോർവേഡ് വിത്ത് ഹെർ ലൈഫ് ആൻഡ് ഷീ ഈസ് ഹാപ്പി. സോ യു ഹാവ് ടു മൂവ് ഫോർവേഡ് വിത്ത് യുവർ ലൈഫ്. അതല്ല വേണ്ടത്. അല്ലാതെ ഇവരുടെ പുറകെ നടന്നിട്ട് ഇവരുടെ ലൈഫ് പിന്നെ ഇൻ്റർഫിയർ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? ദാറ്റ്സ് നോട്ട് ഗുഡ്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെ, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും
നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ. എന്തിനാ അവർക്കൊരു പിന്നെ എന്താ പറയുക, ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു കരടായിട്ട് നമ്മളെന്തിനാ പുറകെ നടക്കുന്നത്? അതുകൊണ്ട് ഇനി അവരെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് വിജയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. താങ്കൾക്കും നല്ലൊരു ജീവിതം മുന്നിൽ കിടപ്പുണ്ട്. അത് താങ്കളുടേതായ രീതിയിൽ മുന്നോട്ട് നീങ്ങുക. കുഞ്ഞുങ്ങളെ പിന്നെ അതാണായാലും പെണ്ണായാലും നിങ്ങൾ സോ എല്ലാം ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് നീങ്ങേണ്ടവരല്ല. കം ഫോർവേഡ്, മൂവ് ഫോർവേഡ്. എപ്പോഴും ഇരുട്ട് മാത്രമായിരിക്കത്തില്ല നമ്മുടെ മുന്നിൽ. ദർ ഇസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ വെയിറ്റിംഗ് ഫോർ യു. അത് ഉടനെ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഡെഫിനറ്റ്ലി വൺ ഡേ യു വിൽ ഗെറ്റ് ഇറ്റ്. തീർച്ചയായിട്ടും അത് കിട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എനിവേ, വൺ മോർ ടൈം, I appreciate your courage and this effort you took to videotape your experience, ദീപ്തി. സോ എന്തെങ്കിലും നാട്ടിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് കാണാൻ ശ്രമിക്കും. ഓക്കെ, so that's it for you all, my friends. Bye.